എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വല്ലാതെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഏറ്റവും വലിയ മഹബ്ബത്ത് തന്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമാനം ലഭിച്ച മഹാനാണ് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ സ്നേഹിക്കുന്നത് പോലെയല്ല സ്വഹാബത്ത് അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു. എന്നാൽ ആ സ്വഹാബത്തിന്റെ മുമ്പിൽ പോലും അവിടുന്ന് തോറ്റുപോയ ഏറ്റവും വലിയ സ്നേഹമായിരുന്നു മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് പറഞ്ഞു. മഹാന്മാരെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം, ഒരു തലപ്പാവ് അല്ല എങ്കിൽ ഒരു ഖമീസ് അല്ലെങ്കിൽ ഇത് രണ്ടുമില്ല എന്ന് പറഞ്ഞ മഹാന്മാരുമുണ്ട്. ഇത് എൻ്റെ പ്രിയമുള്ളവരെ, മഹാന്മാരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു അത്ര. എൻ്റെ പ്രിയമുള്ളവരെ, ഉവൈസ് എന്ന പേരുള്ള യമനിന്റെ ഭാഗത്ത് നിന്ന് കടന്നു വരുന്ന, യമൻ എന്ന് പറയുന്ന പ്രദേശത്തിൽ ഖർൻ എന്ന് പറയുന്ന സ്ഥലത്ത് തീരത്ത് നിന്ന് കടന്നു വരുന്ന ഉവൈസ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് കാണാം. ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പടച്ചവനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് അതാ പടച്ചവനെ ഈ പറയപ്പെട്ട സാധനം അങ്ങ് കൊടുക്കുകയാണ്. അല്ലാഹുവേ, തലപ്പാവുണ്ട്, അതേപോലെ തന്നെ ഖമീസുണ്ട്, ഇത് രണ്ടുമില്ല എന്ന് പറഞ്ഞ മഹാന്മാരുമുണ്ട്. ഒന്ന് കാണാനേ പറഞ്ഞിട്ടുള്ളെന്ന് പറഞ്ഞവരുണ്ട്. അതേപോലെ തന്നെ പടച്ചവനെ തലപ്പാവ് മാത്രമാണ് അല്ലെങ്കിൽ ഖമീസ് മാത്രമാണ് എന്ന് പറഞ്ഞ മഹാന്മാരെയും നമുക്ക് കാണാം. പടച്ചവനെ, എന്നിരുന്നാലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ പടച്ചവനെ ഓരോ ദിവസവും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി കടന്നു വരുന്ന ആളുകളുണ്ടല്ലോ. അല്ലാഹുവേ, പടച്ചവനെ തന്റെ നാട്ടിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരെയും അവിടുന്ന് കാണുകയാണ്. എല്ലാവരെയും അവിടുന്ന് കാണുകയാണ്. എല്ലാവരോടും ചോദിക്കുകയാണ്, യമനിന്റെ ഭാഗത്ത് നിന്ന് കടന്നു വരുന്നവരാരാ? പടച്ചവനെ, അവിടുന്ന് ആഗ്രഹത്തോടുകൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് എല്ലാ ദിവസവും ഇങ്ങനെ ചോദിക്കുകയാണ്. അതിലൂടെ കടന്നു വരുന്നവരോട് മുഴുവനും അവിടുന്ന് എല്ലാ വർഷവും അവിടുന്ന് ചോദിക്കുമായിരുന്നു. അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അങ്ങനത്തെ ആ ഒരു ദിവസം അവിടുന്ന് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി കടന്നു വന്ന പടച്ചവനെ, സ്വഹാബത്തിന്റെ ഒരുപാട് ആളുകളുണ്ട്. അവരിങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് അവിടെ നിന്നതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, സ്വഹാബാ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും യമനിൽ നിന്ന് കടന്നു വരുന്നവരുണ്ടോ? യമനിൽ നിന്ന് കടന്നു വരുന്നവരുണ്ടോ സ്വഹാബാ? പടച്ചവനെ, അല്ലാഹുവേ, അതിൽ സ്വഹാബത്തുണ്ട്, താബിഈങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ അതിന്റെ അകത്തുണ്ട്. ആ സമയത്ത് അവിടെ നിന്ന് കുറച്ചാളുകൾ എണീക്കുകയാണല്ലോ. ആ എണീറ്റ കൂട്ടത്തിൽ നിന്ന് അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുകയാണ്, ഇതിൽ നിന്ന് യമനിലെ മുറാദിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾ ആരാണ്? അവരൊന്ന് എണീക്കുമോ? അവരൊന്ന് എണീക്കുമോ? ബാക്കിയുള്ളവരവിടെ ഇരിക്കുമോ? അതാ മുറാദിലുള്ള ആളുകളെല്ലാവരും എണീറ്റോ. കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും എണീറ്റ് നിന്നപ്പോൾ അതാ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, ഇതിനകത്ത് ഖർനിൽ നിന്ന് വരുന്നവരാരാ? ആ
ആരാണ് കർണക്കാരെന്ന് ചോദിക്കുമ്പോ പഠിച്ചവനെ ഒരു സ്വഹാബിയായ ഒരു മനുഷ്യൻ മാത്രമാണ് എണീറ്റ് നിന്നത്. ഒരാൾ മാത്രമാണ് എണീറ്റ് നിന്നത്. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങൾ മാത്രമാണോ കർണിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളത്? നിങ്ങളുടെ കർണെന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ, നിങ്ങളുടെ കർണെന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ, ആ പ്രദേശത്ത് പഠിച്ചവനെ ഉവൈസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടോ? ഉവൈസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടോ? അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അദ്ദേഹത്തെ നിങ്ങൾ അറിയുമോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടെ നിന്ന് ചോദിക്കുകയാ. പഠിച്ചവനെ കർണകാരനായി മനുഷ്യൻ അവിടെ നിന്ന് പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, എന്റെ നാട്ടില് ഒരു എന്റെ കർണെന്ന് പറയുന്ന പ്രദേശത്ത് ഒരൊറ്റ ഉവൈസ് മാത്രമേ ഉള്ളൂ. എന്റെ ഉവൈസിനെ ഒരിക്കലും നിങ്ങൾക്കറിയില്ല. നിങ്ങൾ അന്വേഷിക്കുന്നത് ആ കർണനിൽപ്പെട്ട ആ കർണെന്ന് പറയുന്ന പ്രദേശത്തുള്ള ഉവൈസിനെയല്ല. എന്റെ നാട്ടിലെ ഉവൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്തനാ. എന്റെ നാട്ടിൽ കടന്നു വരുന്ന ഉവൈസ് എന്ന് പറഞ്ഞാൽ അവനൊരു ഭ്രാന്തനാണ്. ഉമർ തങ്ങളെ, ഒരിക്കലും നിങ്ങൾ അദ്ദേഹത്തെ അന്വേഷിക്കുന്നതല്ല. പഠിച്ചവനെ ഇതങ്ങ് പറയുമ്പോ ഉമർ തങ്ങൾ അതാവിടെന്ന് പറയുന്ന അദ്ദേഹത്തെ കുറിച്ചൊന്ന് പറയുമോ? അതാവിടെ നിന്ന് പറയുന്നു, എന്റെ നാട്ടിലെ ഉവൈസ് എന്ന് പറയുന്നവനൊരു ഭ്രാന്തനാ. അവനെ കുട്ടികൾ ഇങ്ങനെ കല്ലെടുത്തെറിയുകയാണ്. പഠിച്ചവനെ അവന് കല്ലെടുത്തിട്ട് വലിയ കല്ലുകൾ എടുത്തിട്ട് എറിയുമ്പോ അവനതാവിടെന്ന് പറയുകയാ, മക്കളെ നിങ്ങൾ എറിഞ്ഞോളൂ, പക്ഷേ നിങ്ങൾ ചെറിയ കല്ലുകൊണ്ട് നിങ്ങൾ എറിഞ്ഞോളൂ. നിങ്ങൾക്ക് എറിയണമെങ്കിൽ നിങ്ങൾ എറിഞ്ഞോളൂ, പക്ഷേ ചെറിയ കല്ലുകൊണ്ടേ നിങ്ങളൊന്ന് എറിയാൻ പാടുള്ളൂ എന്നവിടുന്ന് വേദന കൊണ്ട് പൊട്ടിക്കരയുന്ന ഉവൈസ. ആ ഉവൈസിനെ നിങ്ങൾക്കറിയില്ല, ആ ഉവൈസിനെ നിങ്ങൾക്കറിയില്ല. തന്റെ ജീവിതത്തിൽ തന്റെ ഉമ്മയോട് വല്ലാത്ത സ്നേഹം വെച്ച ഉവൈസാണ്. നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ആ ഉവൈസിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലെന്ന് എന്റെ പ്രിയമുള്ളവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അതാ പഠിച്ചവനെ ഈ പ്രിയപ്പെട്ട മനുഷ്യൻ അവിടുന്ന് പറയുമ്പോ, കർണക്കാരനായ ചെറുപ്പക്കാരൻ അവിടുന്ന് പറയുമ്പോ അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങൾ അങ്ങനെ പറയല്ലേ, അദ്ദേഹത്തെ നിങ്ങൾ ഭ്രാന്തൻ എന്ന് പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ പഠിച്ചവനെ അദ്ദേഹത്തിന്റെ വായ് ഇങ്ങനെ പൊത്തി പിടിക്കുകയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, തന്റെ കയ്യിലിരിക്കുന്ന തലപ്പാവ് പിടിച്ചിട്ട് അവിടുന്ന് ഉമർ തങ്ങൾ സങ്കടപ്പെടുകയാ. ആരുടെ വസ്ത്രമാ കൊടുത്തിരിക്കുന്നത്? ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രമാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സന്തത സഹചാരിയായിട്ട് കടന്നുപോയിരുന്ന പഠിച്ചവനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, പഠിച്ച റബ്ബേ ഉസ്മാൻ തങ്ങളും അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്വഹാബത്തുണ്ടല്ലോ. ഇവർക്കൊന്നും അവിടുന്ന് കിട്ടാത്ത ഭാഗ്യമാണ് ഈ ഉവൈസ് എന്ന് പറയുന്ന കർണക്കാരനായ എന്റെ പ്രിയമുള്ളവരെ മഹാനവറുകൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്നേവരെ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. പ്രമുഖരായ സ്വഹാബത്ത് ഇന്നേവരെ കണ്ടിട്ടില്ല അദ്ദേഹത്തെ. അങ്ങനെ ഇരിക്കുന്ന ഉവൈസിന് എന്തുകൊണ്ടാണ് ഇത്രത്തോളം പവർ ലഭിച്ചത്? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, പഠിച്ചവനെ ഉവൈസ് റളിയല്ലാഹു തആല അൻഹു
എന്റെ പ്രിയമുള്ളവരെ, ഇത്രത്തോളം മഹത്വവും പവറും അവിടുന്ന് ലഭിക്കാനുള്ള കാരണം തന്റെ ഉമ്മയോട് സ്നേഹമുണ്ട്, തന്റെ ഉമ്മയോട് ഏറ്റവും കൂടുതൽ മഹബത്ത് വെച്ചത് കൊണ്ടാ, അവിടുന്ന് ഏറ്റവും വല്ലാത്ത സ്നേഹം വെച്ചത് കൊണ്ടാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പ്രിയമുള്ളവരെ ഇതാ ലോക സമൂഹത്തിന്റെ മുമ്പിൽ ഉവൈസ് തങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞത്? തന്റെ ഉമ്മയോട് അവിടെ നിന്ന് സ്നേഹം വെച്ചത് കൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ ഇത്രത്തോളം മഹത്വം മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിന് ലഭിച്ചത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കും. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള നിധിയാ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഉമ്മമാരുടെ പൊരുത്തത്തിൽ ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, തന്റെ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുന്നത് കൊണ്ട്, തന്റെ ഉമ്മാക്ക് സേവനം ചെയ്തത് കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അവിടുന്ന് സമയം കിട്ടാതെ പോയ മഹാനാണ് ഉവൈസ് റളിയല്ലാഹു തആല. മനസ്സിലാക്കണം നമ്മൾ ആ ചരിത്രം. നമ്മളെ ഉമ്മയെക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് സ്നേഹമുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. പക്ഷേ തന്റെ ഉമ്മയുടെ അടുത്ത് പരിചരണത്തിന് അവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയാൽ തന്റെ ഉമ്മാനെ പരിചരിക്കാൻ പിന്നെ ആരുമില്ല. തന്റെ ഉമ്മാന്റെ അടുത്തേക്ക് പിന്നെ ഉമ്മാന്റെ കാര്യങ്ങൾ നോക്കാൻ പിന്നെ ആരുമില്ല. അങ്ങനത്തെ ഒരു വല്ലാത്ത വിഷമം ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിലുണ്ട്. ഒരുപാട് തവണ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഉവൈസ് തങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും അതിന് സാധിച്ചിട്ടില്ല. അങ്ങനത്തെ മഹാനായിരുന്നു ഉവൈസ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ, തന്റെ ഉമ്മയോടുള്ള ഖിദ്മത്തും തന്റെ ഉമ്മയോടുള്ള സ്നേഹവും കാരണത്താൽ പടച്ചവനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ തന്റെ ജീവിതത്തിൽ ഭാഗ്യം ലഭിക്കാത്ത മഹാനാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം മഹാനായ ഉവൈസ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരെ മദീനയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഓടി വന്നിട്ടുണ്ട്. പടച്ചവനെ, ഉവൈസ് തങ്ങൾക്ക് ഒരിക്കലും തന്നെ പ്രവാചകരെ കാണാൻ കഴിഞ്ഞില്ല. അന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലില്ല. അങ്ങനത്തെ ഒരു സമയത്താണ് ഉവൈസ് ഖർനി റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് കടന്നു വന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അന്വേഷിച്ചോ, റസൂൽ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. പഠിച്ചവനെ, സങ്കടത്തോടെ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു തിരിച്ചുപോയി. പിന്നീട് അദ്ദേഹം വിചാരിക്കുകയാണ്, തന്റെ ഉമ്മ മരണപ്പെട്ടതിന്റെ ശേഷമുണ്ടല്ലോ എനിക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലണം, എനിക്ക് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെല്ലണം, എനിക്ക് മുത്തുനബിയെ കാണണം, അവിടുത്തെ കരങ്ങൾ പിടിക്കണം, എന്നിട്ട് എനിക്ക് സ്വഹാബിയാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കടന്നുപോയ സ്വഹാബിയാണ് ഉവൈസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, പടച്ച റബ്ബേ, തന്റെ പ്രിയപ്പെട്ട ഉമ്മ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുകയാണ്. പടച്ചവനെ, ആ വാർത്ത കേട്ടിട്ട് പൊട്ടിക്കരയുകയാണ് ഉവൈസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് വല്ലാത്ത സ്നേഹമായിരുന്നു ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിന്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് കേട്ടാൽ, മുത്തുനബിയുടെ പേരെങ്ങാനും അവിടുന്ന് കേട്ട് കഴിഞ്ഞാൽ പഠിച്ചവനെ അവിടുന്ന് പൊട്ടിക്കരയുകയാണ് ഉവൈസ് റളിയല്ലാഹു തആല അൻഹു. ഏതെങ്കിലും ഒരു സംഘമുണ്ടല്ലോ ഖർൻ എന്ന് പറയുന്ന പ്രദേശത്തിലൂടെ, മക്ക പ്രദേശത്തിൽ നിന്ന് മദീനയിൽ നിന്ന് ഒരു സംഘമെങ്ങാനും കടന്നു വന്നാൽ
അല്ലാഹുവേ ഉവൈസ് റളിയല്ലാഹു തആല ഖാഫില സംഘത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാ. ആ യാത്രാ സംഘത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, ഹൽ റഅയ്തു റസൂലുള്ളാഹ്, നിങ്ങൾ മദീനയിൽ പോയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ കണ്ടോ? നിങ്ങളെങ്ങാനും ലോകത്തിന്റെ പ്രവാചകനെ കണ്ടോ? അവരെങ്ങാനും ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഹബീബിനെ കണ്ടെന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ഉവൈസ് തങ്ങൾ പൊട്ടിക്കരയുകയാണ് ഉമ്മ. ഉവൈസ് തങ്ങൾ പൊട്ടിക്കരയുകയാണ് ഉമ്മ. എന്നിട്ടോ ആ പറഞ്ഞവരുടെ കണ്ണിന്റെ തായ് ഭാഗത്ത്, ആ പറഞ്ഞവരുടെ കണ്ണിന്റെ തായ് ഭാഗത്ത് അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചുംബനം കൊടുക്കുകയാണ്. അവിടുന്ന് ചുംബനം കൊടുക്കുകയാണ്. അല്ലാ അല്ലാ. എന്നിട്ട് ആ സ്വഹാബിയെ പിടിച്ചിട്ട്, റസൂലുള്ളാഹിനെ കണ്ട സ്വഹാബിയെ പിടിച്ചിട്ട് അവിടുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമെന്ന് എന്റെ പ്രിയമുള്ളവരെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാ. ഉഹദ് യുദ്ധം കടന്നു വന്നപ്പോ പടച്ചവനെ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഒരു കാഫില സംഘം ഇങ്ങനെ കടന്നു വരികയാ. ഉവൈസ് റളിയല്ലാഹു തആല അൻഹു അവരെ തടഞ്ഞു നിർത്തി. അവിടെ മുമ്പിലേക്ക് ഒരു ഭ്രാന്തനെ പോലെ ഓടുകയാണ്. എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉഹദിന്റെ രണാങ്കണത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? റസൂലുള്ളാഹി വധിക്കപ്പെട്ടോ, റസൂലുള്ളാഹി വധിക്കപ്പെട്ടോ എന്നുള്ള കിംബരന്റെ രോഗം മുഴുവനും പരന്ന സമയമാ. ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിൽ വല്ലാത്ത വേദന വരികയാ. സ്വഹാബത്ത് എല്ലാവരും പൊട്ടിക്കരഞ്ഞ സമയമായിരുന്നല്ലോ. ആ സമയത്താണ് ഉവൈസ് റളിയല്ലാഹു തആല അൻഹു അന്വേഷിക്കുന്നത്, എന്റെ റസൂലിന് എന്ത് പറ്റി, എന്റെ ഹബീബിന് എന്ത് പറ്റി? യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് കടന്നു വന്ന ഒരുപാട് സ്വഹാബത്ത് പടച്ചവനെ കർൺ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടുന്ന് ടെന്റ് കെട്ടിയിട്ട് പാർക്കുകയാണ്. അതാ ഉവൈസ് റളിയല്ലാഹു തആല അൻഹു അതാ റസൂലുള്ളാഹിക്ക് എന്ത് പറ്റി എന്ന് അന്വേഷിച്ചു കൊണ്ട് ഓടുകയാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് പറ്റിയെന്നറിയാഞ്ഞിട്ട് ഉവൈസ് തങ്ങൾക്ക് നിന്നിട്ട് നിൽപ്പ് വരുന്നില്ല. അതാ കടന്നു വന്ന സംഘത്തോട് ചോദിക്കുന്നു, നിങ്ങൾ മദീനയിൽ നിന്ന് കടന്നു വന്നവരാണോ? റസൂലിനെ കണ്ടവരാണോ? എന്റെ ഹബീബിന് എന്താണ് പറ്റിയത്? നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുവോ? പഠിച്ചവനെ അവിടെ നിന്ന് സ്വഹാബത്ത് പറഞ്ഞു കൊടുക്കുന്നു, ഉവൈസേ റസൂലുള്ളാഹിന്റെ മുൻപല്ല് പൊട്ടിപ്പോയി സ്വഹാബ, റസൂലുള്ളാഹിന്റെ മുൻപല്ല് പൊട്ടിപ്പോയി ഉവൈസേ. പഠിച്ചവനെ ഇത് പറയേണ്ട താമസമുണ്ടല്ലോ. ഉവൈസ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ. പഠിച്ചവനെ ഓടി ചെന്നിട്ട് ഒരു പാറക്കല്ലെടുക്കുകയാ. എന്നിട്ട് തന്റെ മുൻപല്ലങ്ങ് പൊട്ടിക്കുകയാണ്. തന്റെ മുൻപല്ല് ആ കല്ലിലേക്ക് ആഞ്ഞിടിച്ചിട്ട്, ആ കല്ല് കൊണ്ട് പല്ലിലേക്ക് ആഞ്ഞിടിച്ചിട്ട് തന്റെ മുന്നിലെ പല്ല് അവിടുന്ന് പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിലോ എനിക്കെന്തിനാണ് ഈ ഒരു പല്ലെന്ന് പറയുകയാ? എന്തിനാണ് എനിക്ക് ഈ പല്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാ? അതാ മഹാനായ മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, താബിഈങ്ങൾക്കൊരു നേതാവുണ്ട് ഉമ്മ, താബിഈങ്ങൾക്കൊരു നേതാവുണ്ട് ഉമ്മ. ആ നേതാവെന്ന് പറയുന്നത് ആരാണെന്നറിയോ? ആ നേതാവെന്ന് പറയുന്നത് ആരാ? മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവാണ്. അല്ലാഹ് അല്ലാഹ്. ഇതാണ് ഉവൈസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനെ സ്നേഹിച്ചത്, തന്റെ ഉമ്മാനെ സ്നേഹിച്ചിട്ടുള്ളത്. പടച്ച റബ്ബേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഏറ്റവും വലിയ സ്നേഹമുണ്ടല്ലോ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നൽകണേ അല്ലാഹ്.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൺകുളിർക്ക് ഞങ്ങൾക്ക് അല്ലാഹുവേ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മഹാനായ ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉമർ തങ്ങൾക്ക്. ഉമറേ, യമനിൽ നിന്നൊരു സംഘം ഇതിലെ കടന്നു വരും ഉമറേ. യമനിൽ നിന്നൊരു പറ്റം ആളുകൾ ഇതിലെ കടന്നു വരുമല്ലോ. ആ കൂട്ടത്തിൽ ഉവൈസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിങ്ങൾക്ക് കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, ഉമറേ, ദുആക്ക് ഇജാബത്തുള്ള മഹാനാണ് ഉമറേ. അതുകൊണ്ട് അദ്ദേഹത്തെ കയ്യെ പിടിച്ചിട്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യിപ്പിക്കണേ. അല്ലാഹുവേ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതങ്ങ് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, എങ്ങനെയാണ് എനിക്കത് മനസ്സിലാകുന്നത്? ആ ഉവൈസിനെ കുറിച്ചിട്ട് എനിക്ക് എങ്ങനെയാണ് മനസ്സിലാകുക എന്ന് എനിക്കൊന്ന് അറിയിച്ചു തരുവോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളെ, ഉവൈസിന്റെ വെള്ളപ്പാണ്ടിന്റെ അസുഖമുണ്ടായിരുന്നു. ആ വെള്ളപ്പാണ്ടിന്റെ അസുഖം തന്റെ ശരീരത്തിൽ നിന്ന് അല്ലാഹുവിനോട് ഒരുപാട് ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തു. അല്ലാഹു തആല അവിടുന്ന്, പടച്ചവനെ, ആ പവിത്രമായ ആ അസുഖമുണ്ടല്ലോ, പവിത്രമായ പ്രാർത്ഥന കൊണ്ട് അവിടുന്ന് അല്ലാഹു തആല ശിഫയാക്കി കൊടുത്തു. ഒരു നാണയത്തിന്റെ, ഒരു ദിർഹമിന്റെ വട്ടത്തില്, ഒരു ദിർഹമിന്റെ അത്രയ്ക്കുള്ള ഒരു നാണയത്തിന്റെ വലുപ്പത്തില് ആ ഉവൈസിന്റെ കഴുത്തിന്റെ ഭാഗത്ത്, ഉവൈസിന്റെ ശരീരത്തില് അവിടെ നിന്ന് കുറച്ച് അവശേഷിക്കുന്നുണ്ട് ഉമറേ. അത് നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതാണ് ഉവൈസ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയുമല്ലോ എന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ അവിടെ നിന്ന് പറയുകയാണ്. അതാ യമനിയുടെ ഭാഗത്ത് നിന്ന് ഒരു പറ്റം ആളുകൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് കടന്നു വരികയാണ്. യമനിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ആളുകൾ കടന്നു വന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ കാര്യം എന്റെ പ്രിയമുള്ളവരെ ഉമർ തങ്ങളുടെ മനസ്സിനകത്തുണ്ട്. യമനിലൂടെ കടന്നു വരുന്ന ആളുകളോട് ചോദിക്കുകയാണ്, ഈ കൂട്ടത്തിൽ കർണം നിന്ന് കടന്നു വരുന്നവരാരാ? ആരാണ് ഉവൈസ് എന്ന് ചോദിക്കുമ്പോ ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ഉമർ തങ്ങൾ അതാ അവിടുന്ന് പരിചയപ്പെടുകയാ. പടച്ചവനെ, ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, പടച്ചവനെ, ഉമർ തങ്ങൾ അവിടുന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണല്ലോ. എല്ലാവരും മാറ്റി നിർത്തിയവരാണ്, ഒന്നിനും കൊള്ളാത്തവനെന്ന് പറഞ്ഞവരാ, കാണാൻ അഴകില്ലാത്തവനാ, ഭ്രാന്തനെന്ന് മുദ്ര കുത്തിയവനാ, പടച്ചറബ്ബേ സമ്പത്തില്ലാത്തവനാണ്, പവറില്ലാത്തവനാണ്. അവന്റെ കയ്യെ പിടിച്ചിട്ടാണ് ഉമർ തങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്. പടച്ചവനെ, കൂടെയുള്ള ആളുകൾക്ക് എന്തോ അത്ഭുതമാവുകയാണ്. കൂടെയുള്ള ആളുകൾക്ക് എന്തൊക്കെയോ അത്ഭുതമാവുകയാണ്. പടച്ചവനെ, കൂടെയുള്ളവരെ പറയുന്നു, ആരാ? ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കുകയാണ്. ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടിട്ട് അവർ അത്ഭുതപ്പെട്ടു പോയി. ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ തങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനോ? പടച്ചവനെ, ഇത്രക്കും പവറുണ്ട് ഉവൈസിന്, എന്ത് പറ്റി അല്ലാഹ് എന്ന് എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുകയാണല്ലോ. ഉവൈസ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, ഉവൈസ് റളിയല്ലാഹു തആല അൻഹു അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ അവിടുന്ന് മറ്റുള്ളവർ ചോദിക്കുകയാണ്, ഉമർ തങ്ങളെ,
ഉവൈസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലെ ഭ്രാന്തനാണ് ഉമർ തങ്ങളെ. കുട്ടികൾ കല്ലെടുത്തെറിയുന്നവനാ, ഒന്നിനും കൊള്ളാത്തവനാ, ആരുടെ കാര്യത്തിലും ഇടപെടാത്തവനാ. പിന്നെ അങ്ങ് എന്തിനാണ് അവനെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നത് ഉമറേ? നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത് ഉമറേ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ പടച്ച റബ്ബേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാവിനെ പറയുന്ന സ്വഹാബികളുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, ഉവൈസിനെ നിങ്ങൾക്കറിയാഞ്ഞിട്ടാ, ഉവൈസിനെ നിങ്ങൾക്കറിയാഞ്ഞിട്ടാ. ഈ ഉവൈസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആക്ക് ഇജാബത്തുള്ള മനുഷ്യനെന്ന് പറഞ്ഞിട്ടുണ്ട്. ദുആക്ക് ഇജാബത്തുള്ളവരെന്ന് പറഞ്ഞവരാണ്. അതുകൊണ്ട് ആ ഉവൈസിന്റെ കയ്യെ പിടിച്ചോ, ഒന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണേ. പഠിച്ചവനെ കർണക്കാർ അത്ഭുതപ്പെട്ടു പോയി, കർണക്കാർ അത്ഭുതപ്പെട്ടു പോയി. കർണക്കാരുടെ മുമ്പിൽ ഉവൈസ് റളിയല്ലാഹു തആല അൻഹു ഒന്നുമില്ലാത്തവനാണെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോ പഠിച്ചവനെ കർണക്കാരതാ കടന്നു വന്നുകൊണ്ട് ഇതുവരെ പഠിച്ചവന് ഞങ്ങൾ തള്ളിപ്പറഞ്ഞത്, ഞങ്ങൾ കല്ലെടുത്തെറിഞ്ഞത്, ഞങ്ങൾ കുറ്റപ്പെടുത്തിയത്, ഞങ്ങൾ ചീത്ത പറഞ്ഞത്, ഞങ്ങൾ അവഗണിച്ചത് ഇത്രത്തോളം വലിയ മഹാനയാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കർണക്കാരോടി വരികയാണ്. എന്നിട്ട് ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പിടിച്ചു. അവിടെ നിന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോ ഉവൈസ് തങ്ങൾ ഓടുകയാണ്. പഠിച്ചവനെ ഒരുപാട് അകലങ്ങളിലേക്ക് ഓടിപ്പോയി ഉവൈസ് റളിയല്ലാഹു തആല അൻഹു. സ്വഹാബത്ത് അവിടെ നിന്ന് പറയുന്നുണ്ട്, പിന്നീട് ഞങ്ങൾ ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല, പിന്നീട് ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഇതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കള്. നമുക്ക് കാണുമ്പോ തോന്നും പഠിച്ചവനെ പച്ചയിട്ട് വരുമ്പോ, പഠിച്ചവനെ ചടപിടിച്ച ശരീരമായിട്ട് വരുമ്പോ, കുടിക്കാത്ത നടക്കുന്നവരെ കാണുമ്പോ, അല്ലാഹുവേ മഖാമുകളുടെ പരിസരങ്ങളില് അല്ലാഹ് ഏതോ ലോകത്തായി കൊണ്ടിരിക്കുന്ന ആളുകളെ കാണുമ്പോ, പഠിച്ചവനെ നാഗൂരെന്ന് ചെന്ന് നോക്ക്, മുത്തുപേട്ട എന്ന് നോക്ക്, അജ്മീർ എന്ന് ചെന്ന് നോക്ക്, ഏർവാടി ഉപ്പാപ്പാരടുത്തേക്കെന്ന് ചെന്ന് നോക്ക്. അവിടെയൊക്കെ ഒരുപാട് ആളുകളെ നമ്മൾ അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടുണ്ടാകാം. ഒരാളെയും പൊന്നുമോനെ കളിയാക്കാൻ പാടില്ല, ഒരാളെയും കുറ്റപ്പെടുത്തരുത്, ഒരാളോടും മോശപ്പെട്ടിട്ട് ഒന്നും തന്നെ പറയരുത്, അവരെ കളിയാക്കിക്കൊണ്ട് നമ്മൾ പറയരുത്. അല്ലാഹുവിന്റെ ഔലിയാക്കളായ ആളുകൾ അവിടെ കൂട്ടത്തിൽ നമുക്ക് കാണാം. അല്ലാഹുവേ പഠിച്ചവനെ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉവൈസ് റളിയല്ലാഹു തആല അൻഹു എല്ലാവരും അവിടുന്ന് അവഗണിച്ച മഹാനാ. ആരും തന്നെ തന്റെ കൂടെയില്ല. എല്ലാവരും പറയുന്നത് അത് ഭ്രാന്തനാണ്, കർണക്കാർക്ക് നിസ്സാരക്കാരനാണ്. കർണക്കാർക്ക് നിസ്സാരക്കാരനായിരുന്നു ഉവൈസ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പവർ അവിടെ അറിഞ്ഞപ്പോ എന്റെ പ്രിയമുള്ളവരെ ഞെട്ടിപ്പോയി അവർ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ മഹാനാണ് ഉവൈസ്. നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചപ്പോ ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കരയാ. ഉമർ തങ്ങൾ കരയാ. എന്തേ കരയാനുള്ള കാരണം? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അവിടുത്തെ കരങ്ങൾ പിടിച്ചിട്ട് അവിടുത്തെ തൊട്ടടുത്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു, സ്വഹാബത്ത് ഉണ്ടായിരുന്നു. അവരോട് പോലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അവർക്ക് പോലും ഇത്രയ്ക്ക് സ്ഥാനം കൊടുത്തിട്ടില്ല. പിന്നെ ആ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാത്ത കർണക്കാരനായ ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഇത് പറഞ്ഞപ്പോൾ ആ ഉവൈസ് തങ്ങളുടെ പവറും അവിടുത്തെ കാര്യങ്ങളും കേട്ടിട്ടാണ് എന്റെ പ്രിയമുള്ളവരെ മഹാനായ ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചിട്ട് ഉമർ തങ്ങൾ അവിടെ നിന്ന് കരഞ്ഞത്. അല്ലാഹു തആല
അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു 3 സ്വലാത്ത് ചൊല്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ ചൊല്ലിയ പരിശുദ്ധമായ സ്വലാത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് അല്ലാഹുവേ നീ എത്തിക്കണേ. അല്ലാഹ് മുത്തുനബിയോടുള്ള സ്നേഹം നീ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നന്മ നീ വർദ്ധിപ്പിച്ചു തരണേ. അല്ലാഹ് ഇരുലോക വിജയികൾ അല്ലാഹുവേ നീ ഞങ്ങളെ പെടുത്തണേ. അല്ലാഹ് ഞങ്ങളെ മനസ്സ് നീ നന്നാക്കണേ. പഠിച്ചവനെ ഞങ്ങളുടെ മനസ്സിനകത്തുള്ള എല്ലാവിധ മുസീബത്ത്, എല്ലാവിധ വേണ്ടാത്ത ചിന്തകള്, ദുശീലങ്ങള് എല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ തളർത്താൻ നോക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ നല്ല മനസ്സ് കൊടുക്ക റബ്ബേ. അവരെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. പടച്ച റബ്ബേ നീ പരാജയപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളെ നീ നല്ല മനസ്സിന്റെ ഉടമകളാക്കണേ റബ്ബേ. ഒരു മതത്തിന്റെ അഹലുകാരെ, ഒരു മതത്തിന്റെ ആളുകളെ കുറ്റപ്പെടുത്തുന്ന, മോശപ്പെടുത്തുന്ന ആളുകളിൽ പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹുവേ പടച്ച റബ്ബേ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച ഉബൈസ് റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു തആല പവർ കൊടുത്തു, മഹത്വം കൊടുത്തു. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല ഉഹദ് യുദ്ധ സമയത്ത് അല്ലാഹുവേ ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിളിന്റെ 2 ഭാഗത്ത് 2 വളയങ്ങൾ വന്നിട്ട് അങ്ങ് തറച്ചു നിന്നു. 2 വളയങ്ങൾ കടന്നു വന്നിട്ട് അങ്ങ് തറച്ചു നിന്നു. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സ്വഹാബത്ത് അത് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. 2 കവിളിലേക്കും മുത്തുനബിയുടെ ഈ 2 കവിളിന്റെ ഭാഗത്ത് കടന്നു വന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ ഈ 2 വളയങ്ങൾ അങ്ങ് തറച്ചു നിന്നു. എന്റെ പ്രിയമുള്ളവരെ, പടച്ചവനെ ആ യുദ്ധത്തിനാണ് അല്ലാഹുവേ പടച്ച റബ്ബേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടിപ്പോയത്. അല്ലാഹുവേ പടച്ചവനെ നമുക്ക് സഹിക്കാൻ കഴിയുമോ? ഏതൊരാൾക്കാണ് ഉമ്മ സഹിക്കാൻ കഴിയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഈ ചരിത്രങ്ങൾ കേട്ടാൽ ആർക്കാണ് റബ്ബേ സഹിക്കാൻ കഴിയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിളിന്റെ 2 ഭാഗങ്ങളിലായിട്ട് തറച്ചു നിന്ന പടച്ചവനെ വളയങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ ഉമർ തങ്ങൾ ഒരുപാട് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പഠിച്ചവനെ എല്ലാവരും യുദ്ധത്തിന്റെ തിരക്കിലാണ്. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. പെട്ടെന്ന് പടച്ച റബ്ബേ എന്ത് ചെയ്യുമെന്നറിയുന്നില്ല. എല്ലാ സ്വഹാബത്ത് ശ്രമിച്ചിട്ടും പടച്ചവനെ അത് നടക്കുന്നില്ല. അവസാനം മഹാനായ അബൂ ഉബൈദ
റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറിനകത്ത് തറച്ചു നിൽക്കുന്ന വളയങ്ങളുണ്ടല്ലോ, പടച്ചവനെ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അതാ തന്റെ മുൻപല്ല് വെച്ചിട്ടങ്ങ് കടിച്ചിട്ട് വലിക്കുകയാണല്ലോ, തന്റെ മുൻപല്ല് വെച്ചിട്ട് കടിച്ചിട്ട് പൊട്ടിക്കുകയാ. ഒന്നാമത്തെ വളയമങ്ങ് പടച്ചവനെ കടിച്ചിട്ട് പൊട്ടിക്കുമ്പോ തന്റെ മുമ്പിലുള്ള ഒരു പല്ലങ്ങ് കൊഴിഞ്ഞു വീഴുകയാണ്. രണ്ടാമത്തെ വളയമുണ്ട്, പടച്ചവനെ അതും അങ്ങ് പറിച്ചെടുക്കുന്ന സമയത്ത് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന്റെ പടച്ചറബ്ബേ മറ്റൊരു പല്ലും കൂടെ അടർന്നിട്ട് താഴെ വീഴുകയാണ്. അല്ലാ അല്ലാ എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ട് സാധിക്കുമോ, നമ്മളെ കൊണ്ട് സാധിക്കുമോ തന്റെ സ്വന്തം ശരീരത്തിന്റെ മുറിവേൽപ്പിച്ചിട്ട്, സ്വന്തം ശരീരത്തിന്റെ മുറിവേൽപ്പിച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? അല്ലാഹുവേ, മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഓടി വന്നിട്ട് തന്റെ രണ്ട് പല്ല് കൊണ്ട് കടിച്ചിട്ട് വലിച്ചെടുക്കുകയാണ്. അല്ലാഹുവേ, ചുറുചുറുക്കുള്ള സുന്ദരനായ സ്വഹാബിയാണ് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന്റെ പടച്ചവനെ പല്ലവിടുന്ന് അടർന്ന് വീഴുകയാ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, എന്റെ സമുദായത്തിലെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് നീ, എന്റെ സമുദായത്തിലെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് അബൂ ഉബൈദ എന്ന് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പരിചയപ്പെടുത്തുകയാ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ സമയത്ത് പടച്ചവനെ അവിടുന്ന് വല്ലാത്ത അവസ്ഥയിൽ കിടക്കുമ്പോ അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന മജൂസിയായ അടിമ കടന്നു വന്നിട്ട് പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ മദീനയിലെ പള്ളിയിലെ സുബഹി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പടച്ച റബ്ബേ മദീനയിലെ പള്ളിയിലെ രാത്രി സമയത്ത് നമസ്കാരത്തിന് വേണ്ടി കടന്നു വന്നപ്പോ മിഹ്റാബിന്റെ ഉള്ളറയിൽ ഒളിച്ചിരിക്കുന്ന അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന മജൂസിയായ അടിമ ഒരുപാട് ദിവസങ്ങളോളം പടച്ച റബ്ബേ വിശത്തിലൂട്ടിക്കൊണ്ട് കാത്തിരുന്ന കാലക്കൂട്ടി കാത്തിരുന്ന പിച്ചാത്തി എടുത്തിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചകത്തെ കാഞ്ഞു കുത്തിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചല്ലോ. ഉമർ തങ്ങളുടെ ശരീരത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്തായിട്ട് കുത്തിയല്ലോ, ശരീരത്തിന്റെ ഒരുപാട് ആഴത്തിലുള്ള മുറിവേറ്റല്ലോ. സ്വന്തം ശരീരത്തില് പടച്ച റബ്ബേ കുടൽമാല വരെ പുറത്ത് വന്നില്ലേ ഉമ്മ, ഉമർ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് കുടൽമാല വരെ പുറത്ത് വന്നല്ലോ. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച സ്വഹാബിയാണ് ഉമർ തങ്ങള്. അങ്ങനെ മരണശയ്യയിൽ കിടക്കുമ്പോ പടച്ച റബ്ബേ ശരീരത്തിലൂടെ വിഷമിങ്ങനെ കിടന്നിരിക്കുകയാണല്ലോ. അവിടുന്ന് വെള്ളമങ്ങ് കുടിപ്പിച്ചാൽ പടച്ചവനെ ആ മുൻവെള്ളമുണ്ടല്ലോ മുന്തിരിയുടെ ചാറ് അവിടുന്ന് കുടിപ്പിച്ചിരുന്നു. അല്ലാഹുവേ, അതിങ്ങനെ തന്റെ തൊള്ളയിലൂടെ വായിലൂടെ ഒഴിച്ചു കൊടുക്കുമ്പോ ആ കുത്തിയ ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് വരുമായിരുന്നെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അത്രത്തോളം പ്രയാസമായിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കിടന്നിരുന്നത്. ആ ഉമർ തങ്ങളോട് സ്വഹാബത്ത് അവിടെ നിന്ന് കടന്നു വന്നുകൊണ്ട് പറയുന്നു, ഉമർ തങ്ങളെ ആരാണ് മൂന്നാമത്തെ ഖലീഫയാക്കാൻ പറ്റുന്നത്, ആരാണ് മൂന്നാമത്തെ ഖലീഫയാക്കാൻ പറ്റുന്നത്, അവിടെ നിന്നൊന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോ
എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരുന്ന കാര്യം എന്താണെന്നറിയോ? എന്റെ അബൂ ഉബൈദ ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ അബൂ ഉബൈദ തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ അബൂ ഉബൈദ എന്ന് ഞാൻ പറയുമായിരുന്നല്ലോ. അതിന് പറ്റുന്നവന് അബൂ ഉബൈദയായിരുന്നല്ലോ. പക്ഷെ അതിന്റെ മുമ്പ് യുദ്ധത്തിൽ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഷഹീദായിട്ടുണ്ട്. എന്റെ അബൂ ഉബൈദ എങ്ങാനും അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, എന്റെ അബൂ ഉബൈദയെ ഞാൻ പറയുമെന്ന് മഹാനായ അബൂ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അത്രത്തോളം പവറായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന് റസൂലുള്ളാഹിനോട് വല്ലാത്ത സ്നേഹമായിരുന്നല്ലോ. തന്റെ ജീവിതത്തില് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പില്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പില് തന്റെ ജീവിതത്തിൽ ഒരുപാട് സ്നേഹം കൊടുത്ത മഹാനാണ്. ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് കവിളിൽ വന്നിട്ട്, മുഖത്ത് വന്നിട്ട് രണ്ട് വളയങ്ങൾ ഇങ്ങനെ വന്നിട്ട് പിടിച്ചു നിന്നപ്പോ എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് സ്വഹാബത്ത് അത് എടുക്കാൻ നോക്കി, ഒരിക്കലും തന്നെ സാധിച്ചില്ല. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഇത് കണ്ടു നിൽക്കുക, ഓടി വന്നിട്ട് തന്റെ പല്ല് കൊണ്ട് ആ രണ്ട് വളയങ്ങൾ അങ്ങ് കടിച്ചു പിടിച്ചിട്ട് വലിച്ചെടുത്തു. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന്റെ രണ്ട് പല്ല് എന്റെ പ്രിയമുള്ളവരെ കൊഴിഞ്ഞിട്ട് താഴെ വീണു. അബൂ ഉബൈദ തങ്ങൾക്ക് അതൊരു വിഷയമല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, എന്റെ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തനാണ് അബൂ ഉബൈദ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുക. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞ, അള്ളാന്റെ ഹബീബ് എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കാൻ കാരണമായവരാ. ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരുപാട് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കയറിയിരിക്കാൻ കഴിയണം. ആ പ്രവാചകനെ മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റി തരട്ടെ. നന്മയുള്ളവരുടെ ജീവിതത്തിൽ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മെ സ്നേഹിച്ചവർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും അല്ലാഹു കൊടുക്കട്ടെ. ജീവിതത്തിൽ അല്ലാഹുവിനെ കണ്ടറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.